ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷു സ്റ്റോറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് എൻ്റെ കോളേജിലുണ്ടായ ഒരു കഥയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ കോളേജിൽ ആനുവൽ ഡേ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ പറയണ്ടല്ലോ, കോളേജ് പഠിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവും. കാരണം കോളേജിലുള്ള ആനുവൽ ഡേ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു രോമാഞ്ചം തരുന്ന ഒരു ആനുവൽ ഡേ ആണ്. എല്ലാവർക്കും വലിയ താല്പര്യമായിരിക്കും. ഇനി ക്ലാസ്സിൽ അറ്റൻഡൻസ് കുറവായ ആൾക്കും അറ്റൻഡൻസ് കൂടുതലുള്ള ആൾക്കും ഒരുപോലെ സുഖിക്കുന്ന ഒരു കാര്യമാണ് ആനുവൽ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ഐശ്വര്യ. എൻ്റെ സുഹൃത്ത് ഉണ്ടായിരുന്നു ഗൗരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതായത് അവൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നായിരുന്നു. അങ്ങനെ അവൾ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തായത് കൊണ്ട് പറയുന്നല്ല, അവൾക്ക് ആഴ്ചയിൽ ഓരോ കാമുകന്മാരാണ്. അതായത് ഇന്നൊരാളെങ്കിൽ നാളെ വേറൊരാൾ, നാളെയല്ല ഇന്നൊരാളെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വേറൊരുത്തൻ, അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വേറൊരുത്തൻ. അങ്ങനെയായിരുന്നു അവളുടെ ബോയ് ഫ്രണ്ടും അവളുടെ ലവ് സ്റ്റോറിയൊക്കെ പോവാറുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവളുടെ അതായത് എൻ്റെ സുഹൃത്തായ ഗൗരിയുടെ ലവറിനെ സിദ്ധാർത്ഥിനെ ഒരു പക എന്താണെന്ന് വെച്ചാല്, അവളുടെ മുമ്പിൽ അവളുടെ സുഹൃത്തായ ഐശ്വര്യ എന്ന് പേരുള്ള എന്നെ പ്രണയിച്ച് അവളെ മുമ്പിൽ ഷോ ആക്കാൻ, അതായത് എനിക്ക് നിന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടും. സത്യം പറഞ്ഞാൽ ഈ ഗൗരീനെയും കാട്ടി ലുക്കുള്ള ഒരാളായിരുന്നു ഞാൻ. സ്വന്തം പൊക്കുന്നതല്ല, ഒരിത് പറയാണ്. അങ്ങനെ അന്ന് രാത്രി ആനുവൽ ഡേക്ക് ഞാൻ അവിടെ റോഡ് സൈഡ് ആയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ എവിടേക്കാ? ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിലേക്കാ, ഞാൻ അവൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവൻ പറഞ്ഞു, വാ ഞാൻ കൊണ്ടുവിടാം. ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. കാരണം എനിക്ക് അവനൊക്കെ കയറണം എന്നൊക്കെ ഉണ്ട്. അവളും ഞാനും തമ്മിൽ എനിക്കായിരുന്നു അവനെ ആദ്യം തന്നെ ഇഷ്ടമായിരുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, ഡി അവൻ എന്ത് ലുക്കാടി, എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അവൻ എന്നെ പ്രപ്പോസ് ആക്കി ഞാൻ അക്സെപ്റ്റ് ആക്കും എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്ന ടൈമാണ് അവള് പോയി അവനെ പ്രപ്പോസ് ആക്കിയത്. അങ്ങനെ അവനക്ക് സ്വന്തമായി. പാവം പറഞ്ഞ ഞാൻ അവിടെ വടിയായി. അതായിരുന്നു അവിടെ നടന്നൊരു സംഭവം. അങ്ങനെ രാത്രി ഒരു 10-11 മണിയുടെ ടൈമായിരുന്നു ഞാൻ അവൽ മിൽക്ക് കുടിക്കാൻ പോയത്. ആ പരിസരത്ത് ആനുവൽ ഡേ ആയതുകൊണ്ട് തന്നെ ആ പരിസരത്തുള്ള ഒരു കടകളും പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. കോളേജ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടാവും. അപ്പൊ ആ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പാരന്റ്സോ കൂട്ടുകാരോ വേറെ കോളേജിലുള്ള കൂട്ടുകാരോ വേറെ കോളേജിലുള്ള നാട്ടിലത്തെ ആൾക്കാരോ ഒക്കെ കൂടിയിട്ട് ഒരു 10-15 ലക്ഷം പേര് തന്നെ അവിടെ കാണാം. അതുകൊണ്ട് തന്നെ പരിസരത്തുള്ള ഒരു കടകളും പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവൽ മിൽക്കൊക്കെ വാങ്ങി അവൽ മിൽക്കൊക്കെ കുടിച്ച് ഞാൻ വരുന്ന ടൈമായിരുന്നു അവൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. വായിച്ചു, ഞാൻ കൊണ്ടുവിടാം. ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട, വാ കേറ്, ഞാൻ വിളിക്കുന്നില്ല, എനിക്ക് എന്തെങ്കിലും പേടിയാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അയ്യോ പേടിയാവുന്നത് കൊണ്ടൊന്നല്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ ഡോറ് തുറക്കാൻ വേണ്ടി പോകുമ്പോ തന്നെ അവൻ വേഗം തന്നെ സീറ്റ് ബെൽറ്റൊക്കെ ഊരി എനിക്ക് വേഗം തന്നെ ഡോറ് തുറന്നു തന്നു. അത് കണ്ട് ഞാനിങ്ങനെ അമ്പരന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാ അവളായിരുന്നു പേടി. അതായത് ഗൗരി എനിക്ക് പേടിയായിരുന്നു. കാരണം അങ്ങനെ പേടിയല്ല, അവളുടെ ചെക്കൻ്റെ അപ്പുറം ഞാൻ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് അവളാണ്. അവൾ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് പോലും ഞാൻ അവൾക്ക് ഞാൻ പൊരുത്തം കൊടുത്തു. കാരണം എനിക്ക് വേണ്ടത് അവളെയാണ്. ഇവനെക്കാട്ടി എനിക്ക് പ്രധാനം അവളെയായിരുന്നു. അങ്ങനെ അവൻ വേഗം തന്നെ എനിക്ക് സീറ്റൊക്കെ തുറന്നു തന്നു. നല്ല ഇരുട്ടായിരുന്നു, നല്ല AC-യും നല്ല പാട്ടും വെച്ച കാറും. ഞാൻ വേഗം തന്നെ അതിലോട്ട് ഇരുന്ന് കോളേജിലോട്ടേക്ക് ഒരു 15 മിനിറ്റ് യാത്രയുണ്ട്. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, ഏത് വഴിയിലേ പോകണം? ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിന്റെ പുറകുവശത്തെ പോകണോ ഡയറക്റ്റ് കോളേജിലോട്ട് പോകണം? ഞാൻ പറഞ്ഞു, അല്ല നമുക്ക് ഡയറക്റ്റ് കോളേജിലോട്ടേക്ക് തന്നെ പോവാം. അവിടെ ഗൗരി ഒറ്റക്കാണ്, അവൾ എന്നെ കാത്തിരിപ്പുണ്ടാവും. അപ്പൊ അവൻ പറഞ്ഞു, ഓ അപ്പൊ ഗൗരി അവിടെ പുറത്തിരിപ്പുണ്ടാവോ? ഞാൻ പറഞ്ഞു, അതെ, ഗൗരി അപ്പോ ചിലപ്പോൾ പുറത്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, ഈശ്വര, ഇത് തന്നെയാണ് എനിക്കും വേണ്ടത്. നിന്നെ ഞാൻ കോളേജിന്റെ ഉള്ളിലോട്ട് ഗൗരിയുടെ മുമ്പിൽ തന്നെ ഞാൻ കൊണ്ടുവിടും. ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട. അപ്പോൾ സിദ്ധാർത്ഥ് മെല്ലെ എൻ്റെ മീത്ത കൈ വെച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ കോളേജിന്റെ ഉള്ളിലോട്ട് തന്നെ കൊണ്ടുവിടും. എനിക്ക് പണ്ടേ ഉള്ള ഒരാഗ്രഹമായിരുന്നു അവളെ മുമ്പിൽ വെച്ച് നിന്നെ ഇങ്ങനെ കാറിൽ കയറ്റി അവളുടെ മുമ്പിൽ ഇറക്കാൻ. അവൾ എന്നോട് ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐഷുവിന് നിന്നെ നല്ല ഇഷ്ടമുണ്ട്, ഐഷുവിന് ഒരു നോട്ടമുണ്ട്. അങ്ങനെ അവള് പറഞ്ഞത് കേട്ടിട്ടാണ് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയത് സിദ്ധു എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവന് കാറിൽ നിന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് എന്തോ ചമ്മല് പോലെ. അയ്യേ, അവൾ ഇങ്ങനെയാണ് എന്നെ കുറിച്ച് ഇവനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവൻ എന്ത് വിചാരിക്കും? ഞാൻ ആ കാറിൽ തൂക്കിയിട്ട് ആ ടെഡിയെ നോക്കിയിട്ട് എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടുകയാണ്. ഞാൻ ഇനിയെങ്ങനെ ഇവന്റെ മുഖത്തോട്ട് നോക്കും എന്നൊക്കെ ഞാൻ അവിടെ ഇരുന്ന് എന്നോട് തന്നെ പറയുകയാണ്. അങ്ങനെ അവൻ പറഞ്ഞു, ഇനി ഏതായാലും നമുക്ക് തിയേറ്ററിന്റെ മുമ്പിലൂടെ പോവാം. അങ്ങനെ ഞാൻ പറഞ്ഞു, അയ്യോ അത് വേണ്ട, വേണമല്ലോ,
എന്ന് പറഞ്ഞ് അവന് തിയേറ്ററിന്റെ മുമ്പിലെ കാർ എടുക്കുകയാണ്. അവിടുന്ന് 15 മിനിറ്റ് പോണ്ട കോളേജിലോട്ട് തിയേറ്ററിന്റെ അതിലേ പോകുമ്പോൾ ഒരു 35 മിനിറ്റ് എങ്കിലും കാണും. അങ്ങനെ എനിക്ക് എന്തൊക്കെയോ പോലെ ഞാൻ ആ കാറിൽ നിന്നപ്പോൾ അവൻ പറഞ്ഞു, അങ്ങാടെ ക്യാമറ ഉണ്ടാവും, നീ ആ സീറ്റ് ബെൽറ്റ് ഒന്നിടും. ഞാൻ പറഞ്ഞു, സീറ്റ് ബെൽറ്റ്? എന്നിട്ട് അവൻ വേഗം തന്നെ അവിടെ കാർ നിർത്തി അവൻ്റെ സീറ്റ് ബെൽറ്റ് വീണ്ടും ഊരി എനിക്ക് എൻ്റെ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ എടുത്ത് ഇവിടെ ഒന്ന് കുത്തിത്തന്നു. ഞാൻ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ കിളി മൊത്തം പോവുകയാണ്. അവൻ്റെ കാറിൽ എന്ന് പറയുമ്പോൾ അവനോട് ഇഷ്ടമില്ലാത്തവൾക്കും അവനോട് ഇഷ്ടം തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കാറിലുള്ള പെർഫ്യൂം അത് മണത്തിട്ട് തന്നെ എൻ്റെ കിളി മൊത്തം പാറുകയാണ്. ഞാൻ അത് ആസ്വദിച്ച് എനിക്ക് ആരുടെയോ കൂടെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വലിയൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളെ കൂടെ ഞാൻ കാറിൽ യാത്ര ചെയ്ത ഫീലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ആകെ തരിച്ച് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അവൻ പറയുമ്പോൾ അവൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു, എന്താടി നിനക്കൊന്നും പറയാനില്ലേ, ഒന്നും വിടുന്നില്ലല്ലോ, ബോറടിച്ചോ, പാട്ട് മാറ്റണോ എന്നൊക്കെ അവനോട് ചോദിച്ചു. എനിക്ക് വെള്ളം വേണം. അപ്പം ഞാൻ വെള്ളം വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കാറിലുണ്ടാവുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് അപ്പുറത്തെ കടയിൽ പോയി വെള്ളം വാങ്ങിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ വേണ്ട, ആരെങ്കിലും കാണും, എനിക്ക് വെള്ളം വേണ്ട. അയ്യോ അങ്ങനെ പറയല്ലേ, നീ എൻ്റെ കാറിൽ ആദ്യമായിട്ട് വന്ന് നിനക്കൊരു വെള്ളം പോലും ഞാൻ തന്നില്ലായിരുന്നു, അതൊരു മോശമല്ലേ, നമുക്ക് എന്തായാലും വെള്ളം കുടിച്ചിട്ട് തരാം, വേറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളമെങ്കിലും എനിക്ക് നിനക്ക് മേടിച്ച് തരണം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും. അങ്ങനെ എന്നെ കാറിലിരുത്തി അവൻ വേഗം വെള്ളമൊക്കെ മേടിച്ച് വന്നു, എനിക്ക് വെള്ളമൊക്കെ തന്നു. അങ്ങനെ അവന് പോവാൻ നേരം എന്നോട് പറഞ്ഞു, നിനക്ക് പണ്ടത്തെ എന്തെങ്കിലും ഫീലിങ്സ് എന്നോട് ഇപ്പോൾ ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ. അതുവരെ ഞാൻ ഒന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. സഹിക്കട്ടെ എൻ്റെ വായിൽ നിന്ന് ഞാൻ അവരോട് പറഞ്ഞു, പൊന്നു മോനെ, എനിക്കിപ്പോൾ നിന്നോട് ഒന്നുമില്ല, ഇപ്പോൾ നീ ഗൗരിയുടെ ചെക്കനാണ്, എൻ്റെ ചെക്കനല്ല എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ എനിക്ക് വെള്ളം തന്നു. ഞാൻ ആ വെള്ളം കുടിച്ചു. പെട്ടെന്നായിരുന്നു കോളേജിലുള്ള മാഷ് വരുന്നത്. അങ്ങനെ എൻ്റെ കിളി മൊത്തം പാറി. അവൻ പറഞ്ഞു, അയ്യോ മാഷ്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു, ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അപ്പോൾ പറഞ്ഞു, എൻ്റെ കാറ് എന്തായാലും അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം എന്തായാലും എൻ്റെ കാറിൻ്റെ അടുത്തോട്ടേക്ക് വരും, ഇപ്പം എന്താ ചെയ്യാം എന്ന് അവൻ എന്നോട് പറഞ്ഞു. അങ്ങനെ അവന് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഈ അരയിൽ പിടിച്ചു. എന്നോട് ആദ്യം പറഞ്ഞു, നീ ആ സീറ്റ് താത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ സീറ്റ് താഴ്ത്താനൊന്നും അറിയത്തില്ല. അവൻ വേഗം എൻ്റെ അടുത്ത് വന്നു എന്നെ ഹഗ് ചെയ്യുന്നത് പോലെ വെച്ച് ആ സീറ്റ് പൊക്കി ഒന്ന് താഴ്ത്തുകയാണ്. ഞാൻ അങ്ങനെ ബാക്കിലോട്ടേക്ക് പോയി. അപ്പോൾ എൻ്റെ കിളി പോയി. കാരണം അവന് നല്ല മസിലും നല്ല ബോഡിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ ആ മുടിയും ഒക്കെ തന്നെ എൻ്റെ ഇവിടെയും അവിടെയൊക്കെ എൻ്റെ കിളി മുഴുവനും പോവുകയാണ്. ഞാൻ എൻ്റെ ഈശ്വര, എൻ്റെ കാലറീസ് ഒന്നൊന്നായിട്ട് കുറയുകയാണല്ലോ. ഇങ്ങനെയാണെങ്കിൽ കോളേജ് എത്തുമ്പോഴേക്കും എൻ്റെ തടി മുഴുവനും കുറയും. എനിക്ക് എന്തൊക്കെയോ പോലെ എൻ്റെ അടിവയറ്റിൽ നിന്നും എന്തൊക്കെയോ പോലെ. അങ്ങനെ അവൻ്റെ മസിലും ഒക്കെ തന്നെ അവൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. എൻ്റെ കിളികൾ മൊത്തം പോയ പോലെ. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഡി എനിക്ക് നിന്റെ കണ്ണ് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പം തുടങ്ങിയ ഒരു ചിരിയാണ് ഞാൻ. അതായത് പുറമേ ചിരിക്കുന്നില്ല, എൻ്റെ മനസ്സിലായിരുന്നു ഞാൻ ചിരിച്ചുകൊണ്ടുണ്ടായിരുന്നത്. എനിക്കാകെ നാണം വന്നു. എന്ത് ചെയ്യണം? അങ്ങനെ അവൻ പറഞ്ഞു, നിനക്ക് ഞാൻ സീറ്റ് പൊന്തിച്ചു തരണ്ടേ? അപ്പോൾ അവിടെ കടന്ന ഞാൻ പൊന്തിച്ചു തരണം എന്ന് പറയുമ്പോൾ അവൻ ആദ്യം വന്ന് എനിക്ക് സീറ്റ് പൊന്തിച്ചു തരികയാണ്. അത് അവന് നല്ല രീതിയിൽ കുനിഞ്ഞിട്ടുണ്ട്. അതായത് എന്നെ വീണ്ടും ഭ്രാന്താക്കണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവൻ്റെ ഓരോ സമയം ഓരോ മിനിറ്റിൻ്റെ അവൻ്റെ പ്രവർത്തികളും. ഞാനാണെങ്കിൽ അലിഞ്ഞവിടെ ഇല്ലാണ്ടായി. അവനെ കണ്ട ഞാനല്ല ഏതു പെണ്ണും വളയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലുള്ള കഥകൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഴിയെങ്കിൽ നിങ്ങൾ എൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ നമ്പർ എന്തിനാണ് ഇവിടെ കൊടുത്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഈ നമ്പർ എന്ന് പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ ഫ്രീ ആയിട്ടല്ല, 500 രൂപ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞാനൊരു സ്കാനർ അയക്കും. അതിലോട്ട് 500 രൂപ ഇട്ടാൽ നിങ്ങളെ ഞാൻ ഉടനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയും എല്ലാമുള്ള കഥകൾ, അതായത് ഈ ഗ്രൂപ്പിൽ കയറിയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാവരും രാത്രി നല്ല സുഖത്തിൽ നല്ല ഉറക്കോട് കൂടിയായിരിക്കും ഉറങ്ങാറുള്ളത്. സാധാരണക്കാരെ പോലെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു കഥയും കേട്ട് ഒരു തൃപ്തിയില്ലാത്ത കഥയും കേട്ടല്ല. നിങ്ങൾക്ക് തൃപ്തി വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാട്സപ്പ്
വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എന്നെയും എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും ഇതുപോലുള്ള നല്ല ഉഗ്രം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.